ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഫ്രണ്ട്സ്. ഈ ടേബിളുമേലുള്ള ഈ ഡെക്കറേഷൻ ഓമനമാമയ്ക്ക് പാട്ട് പാടാനായിട്ട് ഹിന്ദി പാട്ട് പാടാൻ പേരക്കുട്ടികൾ ശരിയാക്കിയതാ. 2 പേരക്കുട്ടികൾ കൂടിയിട്ട് പെൺകുട്ടികൾ. അപ്പോൾ എല്ലാവർക്കും പാട്ട് കേൾക്കാനായിട്ട് रूप तेरा मस्ताना प्यार मेरा दीवाना, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए। रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए। रात नशीली मस्त समा है, आज नशे में सारा जहाँ है। रात नशीली मस्त समा है, आज नशे में सारा जहाँ है। शराबी मौसम दिखाए, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए। आंखों से आंखें मिलती है ऐसे, बेचे हो गए तूफान में जैसे। आंखों से आंखें मिलती है ऐसे, बेचे हो गए तूफान में जैसे। मौज कोई साथी से टकराए, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए। रहा है हमको जमाना, दूर ही रहना पास न आना। रोक रहा है हमको जमाना, दूर ही रहना पास न आना। कैसे मगर कोई दिल को समझाए, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए। रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना। ജപമാലയേന്തി അമ്മേ ഞാനും പ്രാർത്ഥിക്കുന്നു, കണ്ണീരിലലിയുന്ന കനിവിന്റെ അമ്മേ കൈവിടാതെ കാത്തിടണേ. പ്രാർത്ഥിക്കുന്നു
നല്ല കാറ്റും മഴയുമുള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ വൈപ്പർ ഇട്ട് വേഗം കുറച്ച് നമ്മൾ മുന്നോട്ട് പോകും. ചില മനുഷ്യരും അങ്ങനെയാണ്. കാറ്റായും മഴയായും ഒക്കെ അവർ ജീവിതത്തിനു മേലേക്ക് വീശിയടിക്കും. അവർ പെയ്തൊഴിയും വരെ യാത്ര നിർത്തി കാത്തു നിൽക്കാനാവില്ലല്ലോ. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങളെ അവഗണിച്ച് കടന്നു പോകാനേ കഴിയൂ. എന്താണെങ്കിലും നമ്മുടെ കാഴ്ചയുടെ കണ്ണാടി അല്പമൊന്ന് തുടച്ചെടുത്താൽ ചില്ലിൻ്റെ മങ്ങൽ മാറും. അപ്പോൾ മഴയും ഒരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. നല്ല കാറ്റും മഴയുമുള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിൻ്റെ മുൻപിൽ നിനക്ക് വഴി തുറക്കും. സ്നേഹത്തോടെ നല്ലൊരു ദിവസം. വഴിവക്കിൽ ഇരുന്ന് വസ്ത്രം വിറ്റിരുന്ന ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. അയാൾ തികച്ചും ശാന്തശീലനായിരുന്നു. ആരോടും ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരു നല്ല മനുഷ്യൻ. അയാളെ എങ്ങനെയെങ്കിലും ശുണ്ഠി പിടിപ്പിക്കാൻ ഉറച്ച് ഒരു യുവാവും അയാളുടെ സ്നേഹിതനും അയാളെ സമീപിച്ചു. ഒരു വസ്ത്രം കയ്യിലെടുത്തുകൊണ്ട് യുവാവ് ചോദിച്ചു, "ഈ വസ്ത്രത്തിന് എന്താണ് വില?" "100 രൂപ." നെയ്ത്തുകാരൻ മറുപടി പറഞ്ഞു. ആ വസ്ത്രം നടുവെ കീറിക്കൊണ്ട് ആ യുവാവ് പറഞ്ഞു, "എനിക്കതിൻ്റെ പകുതി മതി." "ഇതിനെന്താണ് വില?" നെയ്ത്തുകാരൻ അക്ഷോഭ്യനായി മറുപടി പറഞ്ഞു, 50 രൂപ. വസ്ത്രം 4 കീറിക്കൊണ്ട് യുവാവ് ചോദിച്ചു, "ഈ ഒരു കഷ്ണത്തിന് വിലയെന്ത്?" 25 രൂപ. ശാന്തനായി അദ്ദേഹം പറഞ്ഞു. തുണ്ടുതുണ്ടായി ആ വസ്ത്രം കീറിയിട്ടും നെയ്ത്തുകാരന് ഒരു ഭാവമാറ്റവുമില്ലായിരുന്നു. മനസ്സിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ വില കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ നെയ്ത്തുകാരൻ്റെ മറുപടി ഇതായിരുന്നു, "എനിക്ക് അതിന് വില വേണ്ട. കാരണം ഈ വസ്ത്രം ഇനി ആർക്കും ഉപകരിക്കില്ല." യുവാവിന് അയാളുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. പൂവിൽ നിന്ന് സുഗന്ധവും മാലിന്യത്തിൽ നിന്ന് ദുർഗന്ധവും മാത്രമേ പുറപ്പെടൂ. അതാണ് പ്രകൃതി നിയമം. ഒരാളെ കോപിഷ്ഠനാക്കാനോ ശാന്തനാക്കാനോ പുറമേ നിന്നാർക്കും സാധ്യമല്ല. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കോപമാണ് പുറത്തു വരുന്നത്. ഒരു തീപ്പൊരി പോലും ഇല്ലാത്ത അടുപ്പിൽ നിന്ന് ആര് ശ്രമിച്ചാലും തീ ഊതി കത്തിക്കാനാവില്ല. നിഷേധ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്. പ്രകോപനത്തിന് കീഴടങ്ങിയാൽ മാത്രം മതി. മറിച്ച് ഒരാളുടെ ഉള്ളിലെ ശാന്തതയ്ക്ക് ഒരു നാടിനെ മുഴുവൻ ശാന്തതയിലേക്ക് നയിക്കാനാവും. ഒരാളുടെ ഉള്ളിലെ ശാന്തതയ്ക്ക് ഒരു നാടിനെ മുഴുവൻ ശാന്തിയിലേക്ക് നയിക്കാനാവും. കടപ്പാട്. എല്ലാവർക്കും നല്ലൊരു ദിവസം
ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ